എടാ ഇവര് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് അന്ന് ഫിലിം ക്യാമറയാ, അന്ന് ഒന്നുമില്ല, അന്ന് പെർഫോം ചെയ്യുന്നവർക്കേ ചാൻസ് ഉള്ളൂ. ഇന്ന് എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പറയുന്ന മോണിറ്ററും അതും ഇതൊക്കെ വന്നുകൊണ്ട് കുറെ ടേക്ക് എടുക്കാൻ പറ്റും. ഇന്ന് ഫിലിം വേസ്റ്റ് ആവത്തില്ല. അപ്പോ ആൾക്കാർക്ക് അവരെ ബെറ്റർ ആക്കാനുള്ള ടൈം ഒരുപാടുണ്ട്. അന്ന് ഇഫ് യു ആർ ലൈക് ആൻഡ് ഒന്നും വേണ്ട, ഇവനൊക്കെ ഒരു ലൈക് ഇപ്പൊ ഇവനും നല്ല സോറി വിജയരാഘവന് ഇപ്പൊ ഒരു നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഉം. അവർക്ക് സ്വന്തമായിട്ട് നാടക കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. എനംപിള്ള വാസ് സപ്പോസ് ടു കൊളാബറേറ്റ് വിത്ത് വാർണർ ബ്രദേഴ്സ് ഫോർ എ പ്രോജക്ട്. അതെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു Oh, സംഭവം ഉണ്ട്. oh, nice. പുള്ളി ഭയങ്കര ലെജൻഡാ എനംപിള്ള. Mhm. പുള്ളിയുടെ എനിക്കൊന്ന് പുള്ളിയുടെ ലൈഫ് ആസിഫ് അലി സിനിമ ആക്കേണ്ടതായിരുന്നു. അത് രാജീവ് രവി ഡയറക്ട് ചെയ്ത് ആസിഫ് അലി എനംപിള്ളയായിട്ട് അഭിനയിക്കണ്ടായിരുന്നു. എനംപിള്ള വേൾഡ് വാറിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിയുടെ ആ സ്റ്റോറിയും ഒക്കെ ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ ഫിലിം ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ.